സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിജിയിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞ കൃഷ് കൺമണിയെ കാണാതെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അവൻ അമ്മായിമാരോടൊക്കെ കൺമണിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഇനി അവളെ കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല സാറേ, ഞങ്ങൾക്ക് അറിയുകയും വേണ്ട. അവൾ അലികയെ ചതിച്ചതോടെ ഞങ്ങൾക്ക് അവളോടുള്ള സ്നേഹമൊക്കെ പോയി. അലികയെ മാത്രമല്ല ഞങ്ങളെയും അവൾ ചതിച്ചിരിക്കുക സാറേ. ഞങ്ങളുടെ വീട് ജപ്തി ചെയ്തു പോകും, അതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കാൻ ഞങ്ങൾ എന്നൊക്കെ സുലേചന പറയുമ്പോൾ കൺമണി അലികയെ എന്നല്ല ആരെയും ചതിക്കില്ല, വളരെ ദേഷ്യത്തോടെ കൃഷി പറയുന്നുണ്ട്. പിന്നീട് കൃഷ് കൺമണി മിസ്സിംഗ് ആയതിൽ ധനലക്ഷ്മിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നറിയാൻ കൺമണിയുടെ വീട്ടിലെത്താണ്. ശ്രീനിയാണെങ്കിൽ ധനലക്ഷ്മിയുടെ അടുത്ത് വരികയാണ് കേട്ടോ, കൃഷ്ണയും കൂട്ടിയും. ധനലക്ഷ്മിക്ക് ശ്രീനിയെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. കൃഷ്ണാണെങ്കിൽ കൺമണിയെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ധനലക്ഷ്മിയോട്. നിങ്ങൾ എന്തുമാത്രം ദ്രോഹിക്കുന്നു കൺമണിയെ, ഇങ്ങനെ ഒരു ചതി കൂടി അവളോട് കാട്ടണമായിരുന്നോ? ഞാൻ നേരിട്ട് കണ്ടതാണ് നിങ്ങൾ അവളെ ദ്രോഹിക്കുന്നത്, അന്നേ ഞാൻ നിങ്ങൾക്കിട്ട് ഓങ്ങി വെച്ചതാണ്. എന്തായാലും ഞാനൊന്നും ചെയ്യുന്നില്ല, കൺമണിയുടെ ഏട്ടത്തി ആയതുകൊണ്ട് മാത്രം. എന്നാൽ ഇനി കൺമണിയെ ദ്രോഹിച്ചു എന്നെങ്ങാനും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രതികരണം ഇങ്ങനെയാകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് കൺമണിയെ എവിടെയാ നിങ്ങൾ അവളെ കൊണ്ടുപോയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ധനലക്ഷ്മി പേടിയോടുകൂടി പറയുന്നുണ്ട്. പിന്നീട് വിദ്യ മഹിയെ വിളിക്കുകയാണ്. ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ്, എന്നെ മാനസ മേഡം വിളിച്ചിട്ടുണ്ട്, ഞാൻ എയർപോർട്ടിലാണ്, ചെക്കിംഗ് ചെയ്യാൻ പോകാണെന്ന് പറയുന്നുണ്ട് കേട്ടോ വിദ്യ. ധനലക്ഷ്മി കൺമണിയുടെ കാണാതാവലിന് പിന്നിലല്ലെന്ന് മനസ്സിലായ കൃഷ് വരുണിന്റെ അടുത്ത് എത്താണ്. വരുൺ പറ കൺമണി എവിടെയെന്ന് കൃഷി ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ താനാരാ, എന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ അവളെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വരുൺ. എന്ത് പറഞ്ഞാലും നീ എന്ത് പറഞ്ഞു കേട്ടെന്ന് വരുണിന്റെ ഷർട്ടിന് കോളറിൽ പിടിക്കുകയാണ് കൃഷ്ണ. വരുൺ പറ, അവൾ എവിടെയാ, എനിക്ക് അറിഞ്ഞു തീരൂ, പറയാ, അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ. വരുൺ നിന്നെയോ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ കൃഷി പറയുന്നുണ്ട്. ഇതേ സമയം ബലരാമനും ആകെ ഭ്രാന്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ. സുമിത്രയാണെങ്കിൽ ക്ലീറ്റസിനെ വിളിച്ച ബലരാമൻ ഇവിടെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, നിന്നെ ചിലപ്പോൾ കാണാൻ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സൂക്ഷിക്കണം ക്ലീറ്റസ് എന്നും പറയുന്നുണ്ട്. ബലരാമനാണെങ്കിൽ വേഗം തന്നെ ക്ലീറ്റസിനെ കാണാൻ പോവാണ് കേട്ടോ. ബലരാമനെ കണ്ട ക്ലീറ്റസ് ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബലരാമൻ ക്ലീറ്റസിനെ പിടികൂടി കഴുത്തിൽ മുറുക്കാണ്. എന്നിട്ട് കൺമണി എവിടെടാ, അവളെ എവിടേക്കാ പോയതെന്നൊക്കെ നിനക്കറിയാം, അമ്മ പറഞ്ഞിട്ടല്ലേ നീ അവളെ തട്ടിക്കൊണ്ടുപോയത്, എവിടേക്കാടാ അവളെ കൊണ്ടുപോയെന്നൊക്കെ ചോദിക്കുകയാണ് ദേഷ്യത്തോടെ ബലരാമൻ. എന്നെ നിനക്കറിയാലോ, തീർത്ത് കളയും ഞാൻ, എവിടെയാടാ കൺമണിയെന്നും ചോദിക്കുന്നുണ്ട്. ഇതേ സമയം കൺമണി എവിടെയെന്ന് കൃഷ്ണ ബലരാമനോ അറിയുന്നുണ്ട്. അങ്ങനെ അവർ കൺമണിയെ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുന്ന ഗോഡൌണിൽ എത്തുകയാണ് കേട്ടോ. കൃഷ്ണ ബലരാമനോ ആരാണെന്നറിയില്ല, കൺമണിയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ബോധം കെട്ട് കിടക്കുന്ന അവളെ എടുത്തുകൊണ്ടാണ് കേട്ടോ പോകുന്നത്.